Hello everyone, thank you so much for the support. First class ne വളരെ നല്ല സപ്പോർട്ട് ആയിരുന്നു എല്ലാവരുടെ ഭാഗത്തു നിന്നും. അപ്പോൾ നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു അല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നു. കിലോഗ്രാം നോക്കി, മീറ്റർ നോക്കി, ലിറ്റർ നോക്കി, അങ്ങനെ പല ക്വാണ്ടിറ്റീസ് എല്ലാം നോക്കി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം എറേഴ്സ്. നമ്മൾ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്തപ്പോൾ കുറച്ച് തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ലെറ്റ് us കണ്ടിന്യൂ അവർ സെക്കൻഡ് പാർട്ട് ഓഫ് കൺസെപ്ച്വൽ ഫിസിക്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫിസിക്സ് പ്ലസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. Now let us come to our next topic, that is errors. എന്താണ് എറർ എന്ന് പറഞ്ഞാൽ? തെറ്റാണ്. തെറ്റ് സംഭവിക്കാത്തതായിട്ട് ആരുമില്ലല്ലോ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടാവും. പക്ഷേ when it come to the physics, എന്തൊക്കെ തരം എറേഴ്സ് പോസിബിൾ ആണ്? എറർ ഒബ്വിയസ്ലി നമ്മളിവിടെ പറയുക എന്തായിരിക്കും, ഒരു മെഷർമെൻറ്റ് ചെയ്യുന്ന എററിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. എന്താണ് എറർ എന്ന് പറഞ്ഞത്? ശരിക്കും കിട്ടേണ്ട വാല്യൂവിൽ നിന്ന് നമ്മൾ എന്തോ തെറ്റിച്ചു, അതാണ് എറർ. അപ്പോൾ നമുക്ക് എററിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എറർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ട്രൂ വാല്യൂ, ദറ്റ് ഈസ് കറക്റ്റ് വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. സോ ശരിക്കുമുള്ള വാല്യൂവിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എറർ. എത്ര മിസ്റ്റേക്ക് നമ്മൾ ആ കാൽക്കുലേഷനിൽ ചെയ്തു എന്ന് മനസ്സിലാക്കാം. ശരിയല്ലേ? ഓക്കെ, സോ എറർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫർദർ 2 കാറ്റഗറീസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സിസ്റ്റമാറ്റിക് എറർ ആൻഡ് അനദർ വൺ ഇസ് റാൻഡം എറർ. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഇൻസ്ട്രുമെൻ്റൽ എറർ. സപ്പോസ് നമ്മളൊരു വെയിറ്റ് നോക്കണ മെഷീൻ, വെയിങ് മെഷീനിൽ കയറി നിൽക്കുകയാണ്. എൻ്റെ വെയിറ്റ് എനിക്ക് മെഷർ ചെയ്യണം. പക്ഷേ ആ മെഷീൻ തന്നെ കേടാണെങ്കിലോ? പോയില്ലേ? തെറ്റായിരിക്കും. എറർ, ഇറ്റ് വിൽ ഗിവ് എൻ എറർ. സോ ദാറ്റ് ഈസ് ഇൻസ്ട്രുമെൻ്റൽ എറർ. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് വൺ ഇസ് പ്രൊസീജിയർ. പ്രൊസീജിയർ തന്നെ അറിയില്ല, എനിക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളൊരു, എങ്ങനെ അപ്പാരറ്റസ് വെക്കണം, എങ്ങനെ റീഡിങ് എടുക്കണം, ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കാം? എനിക്ക് എറർ സംഭവിക്കാം. ദാറ്റ് ഈസ് കംസ് അണ്ടർ പ്രൊസീജിയർ എറർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ഇസ് പേഴ്സണൽ എറർ. എന്താ പേഴ്സണൽ എറർ? ഞാനാണ് സപ്പോസ് ഒരു ഒബ്സർവേഷൻ നടത്തുന്നത്. ഓക്കെ, ഒരു അമ്മീറ്ററിലൂടെ കറണ്ട് പോകുന്നുണ്ട്. ഞാൻ ആ അമ്മീറ്ററിൻ്റെ റീഡിങ് നോക്കുകയാണ്. സോ എത്രയാണ് റീഡിങ് വരും നോക്കുന്നത്. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ കെയർലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. തെറ്റില്ലേ? എൻ്റെ കാരണം ഞാൻ കെയർലെസ് ആയതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കുന്നതാണ് എന്ത്? പേഴ്സണൽ എറർ. ക്ലിയർ ആണോ? ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എക്സ്പെരിമെൻറ്റ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി, പെട്ടെന്ന് തന്നെ വന്നു. സോ ആ കറണ്ട് പോകുമ്പോൾ നമ്മൾ അത്രയും നേരം ചെയ്ത വാല്യൂ ഡ്രോപ്പായി പോയി. സോ ദാറ്റ് വിൽ ബി എക്സ്റ്റേണൽ. ടെമ്പറേച്ചർ ആവാം, ടെമ്പറേച്ചർ മാറി, കാറ്റടിച്ചു. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നമ്മൾ നോക്കുമായിരുന്നു, കാറ്റടിച്ചു. സോ കുറച്ച് സ്പീഡിൽ അത് ജർക്ക് ഉണ്ടായി. വാട്ട് എവർ ഇറ്റ് ഈസ്, ഓൾസ് കം അണ്ടർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് വി ആർ ഡിസ്കസിങ് ഇൻ സിസ്റ്റമാറ്റിക് എറേഴ്സ്. ക്ലിയർ അല്ലേ? ഇനി റാൻഡം എറർ. ആ വേർഡ് തന്നെ ഉണ്ട് അർത്ഥം. റാൻഡമായിട്ട് സംഭവിക്കാം. റാൻഡം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോൾ നോ പ്രോബബിലിറ്റി. ഒരു നമുക്ക് ഇന്ന സമയത്ത് സംഭവിക്കും, ഇത്ര വാല്യൂ കിട്ടും എന്നൊന്നും പറയാൻ കഴിയില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ മാറുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ മെഷർ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ വാല്യൂ കിട്ടും, പിന്നെ വേറെ വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് ദ റാൻഡം വാരിയേഷൻ ഇൻ ദ ടെമ്പറേച്ചർ, പ്രഷർ, വോൾട്ടേജ്, അങ്ങനെ സംഭവിക്കുന്ന എറേഴ്സിന് നമ്മൾ എന്ത് പറയും? റാൻഡം എറേഴ്സ്. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് എറർ, മീൻ ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ആൻഡ് പെർസെൻറ്റേജ് എറർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ടോപ്പിക്കിൽ നിന്ന്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് ആദ്യം നോക്കാം, പിന്നെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ എല്ലാ ഫോർമുലയെയും ആബ്സല്യൂട്ട് എററും, മീൻ ആബ്സല്യൂട്ട് എററും, റിലേറ്റീവ് എററും, പെർസെൻറ്റേജ് എററും എല്ലാതും വൺ ഇസ് റിലേറ്റഡ് വിത്ത് ദ അനദർ, ദിസ് വൺ ഇസ് റിലേറ്റഡ് വിത്ത് ദിസ് വൺ, ദിസ് വൺ ഇസ് റിലേറ്റഡ് വിത്ത് ദിസ് വൺ, എല്ലാതും റിലേറ്റഡ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആബ്സല്യൂട്ട് എറർ
സപ്പോസ് നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം പീരീഡ് ഓഫ് ദി പെൻഡുലം നമ്മൾ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ വാല്യൂ ആണെന്ന് വിചാരിക്കാം. A1 വാല്യൂ ആണ് എനിക്ക് ആദ്യം കിട്ടിയത്. പിന്നെ ഞാൻ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് A2 ആണ്. പിന്നെ ഞാൻ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് A3 ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ആം ഗെറ്റിംഗ് ഡിഫറെൻറ്റ് വാല്യൂസ്. അങ്ങനെ n ടൈംസ് an ആണ് എനിക്ക് nth പ്രാവശ്യം ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ ഒബ്സർവേഷൻസ്. അപ്പോൾ എനിക്ക് എന്ത് കാണണം? സപ്പോസ് ഞാൻ കാണാണ് വാട്ട് ഈസ് ദ മീൻ വാല്യൂ ഓഫ് ദിസ്. മീൻ കണ്ടുപിടിച്ചാലേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ എന്നറിയോ? ആബ്സല്യൂട്ട് എററിൽ എത്താൻ പറ്റുള്ളൂ. സോ ഈ ടോപ്പിക്കിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മീൻ വാല്യൂ ഓഫ് ദി ഒബ്സർവേഷൻ ആണ്, മറക്കരുത്. ഓക്കെ, സോ A1 A2 അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതല്ലേ മീൻ വാല്യൂ. സോ A1 + A2 എക്സെട്ര അപ് ടു AN ഡിവൈഡഡ് ബൈ എത്ര പ്രാവശ്യം നമ്മൾ ചെയ്തു? n ടൈംസ്. സോ A മീൻ കിട്ടിയില്ലേ? സോ വാട്ട് ഈസ് ദ ആബ്സല്യൂട്ട് എറർ? ഞാൻ A1 മെഷർ ചെയ്തപ്പോൾ A1 എത്ര എറർ ആയിരുന്നു? സോ നമ്മളെങ്ങനെ കാണാം? ആബ്സല്യൂട്ട് എറർ ഇൻ A1 ഇസ് ഈക്വൽ ടു A മീൻ. ഇവിടെ നമുക്ക് കിട്ടി A മീൻ മൈനസ് A1. A1 എറർ കാണണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? A മീൻ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് A1 മൈനസ് ചെയ്യാം. സോ എനിക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും, പോയിൻറ്റ് സംതിങ്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. സോ അതേപോലെ എനിക്ക് എന്തും കണ്ടുപിടിക്കാം. ആബ്സല്യൂട്ട് എറർ, ദിസ് സിമ്പിൾ സ്റ്റാൻഡ്സ് ഫോർ ദി എറർ. ആബ്സല്യൂട്ട് എറർ ഇൻ A2 കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? A മീനിൽ നിന്ന് A2 മൈനസ് ചെയ്യണം. സോ A മീൻ മൈനസ് A2. സിമിലർലി നമുക്ക് AN വരെയുള്ള ഇതിൻ്റെ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? സോ ആബ്സല്യൂട്ട് എറർ ഓരോ വാല്യൂക്കും ഓരോ ആബ്സല്യൂട്ട് എറർ ഉണ്ടാവും. ക്ലിയർ? നെക്സ്റ്റ് ഇസ് മീൻ ആബ്സല്യൂട്ട് എറർ. ആ വേർഡ് തന്നെ ഉണ്ട് അർത്ഥം. എന്താണ്? മീൻ ഓഫ് ആബ്സല്യൂട്ട് എറർ. സോ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ച എററിൻ്റെ ഒരു മോഡ്. സപ്പോസ് ഇവിടെ എനിക്ക് മൈനസ് കിട്ടി. ഓക്കെ, സോ ഞാൻ എന്തെടുക്കണം? അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കണം. ക്ലിയർ ആണോ? അങ്ങനെ എല്ലാ പോസിറ്റീവ് വാല്യൂയും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? മീൻ ആബ്സല്യൂട്ട് എറർ കിട്ടും. ക്ലിയർ ആണോ? ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത, യു ഹാവ് ടു സിംപ്ലി ഡു ദ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇത്രയേ ഉള്ളൂ. പക്ഷേ ലോട്ട് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ മേക്ക് സില്ലി കെയർലെസ് മിസ്റ്റേക്സ്. വെറുതെ സിമ്പിളായിട്ട് ചെയ്യേണ്ട അഡീഷൻ സബ്ട്രാക്ഷൻസ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്കും വാങ്ങാൻ പറ്റിയ ടോപ്പിക്കാണ്. ഫോർമുല ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, സോ ദെൻ കംസ് റിലേറ്റീവ് എറർ. അപ്പം മീൻ ആബ്സല്യൂട്ട് എറർ കിട്ടിയില്ലേ? ആബ്സല്യൂട്ട് എററിൻ്റെ എല്ലാ ആബ്സല്യൂട്ട് എററും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്തായി? മീൻ ആബ്സല്യൂട്ട് എററായി. ഡൺ. സോ നെക്സ്റ്റ് വൺ ഇസ് റിലേറ്റീവ് എറർ. എന്താണ്? ഇപ്പം കിട്ടിയ മീൻ വാല്യൂ, ആബ്സല്യൂട്ട് മീൻ വാല്യൂ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ കിട്ടിയില്ലേ? ദ ലാസ്റ്റ് വൺ പെർസെൻറ്റേജ്. ഇപ്പം കിട്ടിയ റിലേറ്റീവ് എറർ ഇൻറ്റു 100. സോ ജസ്റ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി കണ്ടിന്യൂവേഷൻ ഓഫ് ഈച്ച് ആൻഡ് സിംഗിൾ സ്റ്റെപ്സ്. ശ്രദ്ധിച്ച് ചെയ്യുക, എളുപ്പമാണ്. നമ്മൾ എറർ പഠിച്ചു, ആബ്സല്യൂട്ട് എറർ പഠിച്ചു, മീൻ ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ എല്ലാം പഠിച്ചു. Okay, so the next topic is when we combine two numbers which is having some errors, what will be the resultant error? എന്ന് പറഞ്ഞാൽ നമ്മൾ എറർ ഉള്ള രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ എൻ്റെ റിസൾട്ടിൽ എത്ര എറർ ഉണ്ടാവും? തിരിഞ്ഞോ? സോ ഐ വിൽ ഷോ യു ദ റിസൾട്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട്. ലെറ്റ് മീ ജസ്റ്റ് ഷോ യു എങ്ങനെയാണ് നമുക്ക് എത്തിയെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അഡീഷൻ. ലെറ്റ് us take the first one, അഡീഷൻ. ഓക്കെ, രണ്ടിലും സെയിം റിസൾട്ടാണ് കിട്ടുക കേട്ടോ. ഫൈൻ. അഡീഷൻ നമുക്ക് നോക്കാം. z is equal to a plus b ആണ് എൻ്റെ ഇക്വേഷൻ. ഇതിലുള്ള സപ്പോസ് എയിൽ certain എറേഴ്സ് ഉണ്ടായി, ദാറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് എ. ഞാൻ പറഞ്ഞു എറർ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് മെൻഷൻ ചെയ്യുക? പ്ലസ് ഓർ മൈനസ് എ ആയിട്ടാണ് മെൻഷൻ ചെയ്യുക. സിമിലർലി ബിയിൽ ഉണ്ടായിരുന്ന എറർ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ക്ലിയർ അല്ലേ? അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ z എന്ന് പറഞ്ഞ വാല്യൂവിൽ എത്ര എറർ ഉണ്ടാവും?
Z എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഞാൻ ഈ വാല്യൂ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഈ വാല്യൂ ബിയിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ മൈ ന്യൂ ഇക്വേഷൻ വിൽ ബി ഡെൽറ്റ Z ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ Z ചേഞ്ചസ് ടു ഡെൽറ്റ Z. എന്തുകൊണ്ടാണ്? എയിലും ബിയിലും എറർ ഉണ്ടായാൽ ഡെഫിനറ്റ്ലി എവിടെ എറർ ഉണ്ടാവും? സെഡിലും എറർ ഉണ്ടാവും. സോ ഡെൽറ്റ Z പ്ലസ് ഡെൽറ്റ Z ഈസ് ഈക്വൽ ടു ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഫണ്ടമെൻ്റൽ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദിസ് ഇസ് അവർ ബേസ് ഇക്വേഷൻ. ഓക്കെ, സോ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബിയുടെ സ്ഥലത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇനി ഒന്നുമില്ല, സിമ്പിളാണ്, കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനേ ഉള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ അല്ല. സോ ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ അടുത്തടുത്ത് നിർത്താം. എ പ്ലസ് ബി എടുത്തു, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. എ പ്ലസ് ബി നമുക്കറിയാം, ആരാ അത്? എ പ്ലസ് ബി ഇതേ കിടക്കുന്നത്, ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് Z. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നോക്കിയേ, റൈറ്റ് ഹാൻഡ് സൈഡിൽ എ പ്ലസ് ബി അതാരാ? Z ആണ്. സോ ദിസ് ആൻഡ് ദിസ് ഇസ് ഗോൺ. വൈ? ബിക്കോസ് ദിസ് ഇസ് Z. സോ എനിക്ക് കാണേണ്ടത് എറർ ഇൻ ദ മെഷർമെൻറ്റ്. ഡെൽറ്റ Z അല്ലേ എറർ ഇൻ ദ മെഷർമെൻറ്റ്. സോ ഡെൽറ്റ Z ഇസ് ഈക്വൽ ടു എന്ത് വന്നു? പ്ലസ് ഓർ മൈനസ് എ പ്ലസ് ഓർ മൈനസ് ബി. സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് എ മാക്സിമം എറർ ഇൻ ദ മെഷർമെൻറ്റ്? മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണ്ട? മൈനസ് വേണ്ട, റൈറ്റ്? സോ ഡെൽറ്റ Z മാക്സിമം എറർ ഇൻ ഡെൽറ്റ Z ഫോർമുല വിൽ ബി ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ക്ലിയർ ആണോ? ഇനി ഇതേപോലെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യിക്കാൻ കഴിയും? ഇൻ എ സബ്ട്രാക്ഷൻ, ദാറ്റ് മീൻസ് ഇഫ് ദിസ് ചേഞ്ചസ് ടു മൈനസ് ചെയ്ത് നോക്കിയേ, യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്. നെക്സ്റ്റ് വൺ ഇസ് what are the possible errors when we multiply two quantities? എറേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. രണ്ട് ക്വാണ്ടിറ്റി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിൻ്റെ എറർ എത്രയാണ്? ഓക്കെ, സെയിം റിസൾട്ട് തന്നെയാണ് ഡിവിഷനിലും വരിക. ഓക്കെ, സോ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെറിവേഷൻ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്ലീസ് ലിസൺ. Z ഇസ് ഈക്വൽ ടു എ ബി. എ ബി എന്ന് പറഞ്ഞ രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിൻ്റെ പ്രൊഡക്റ്റാണ് എൻ്റെ സെഡിലുള്ള എററാണ് എനിക്ക് കാണേണ്ടത്. ഓക്കെ, ഇതിന് പറയുന്ന മറ്റൊരു പേര് റിലേറ്റീവ് എറർ തന്നെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വി ആർ കമ്മിങ് ടു ദാറ്റ്. സോ എനിക്ക് ഐ വോണ്ട് ടു ഫൈൻഡ് ദ എറർ ഇൻ Z. ഗിവൺ എയിലുള്ള എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ ആണ്, പ്ലസ് ഓർ മൈനസ്. ബിയിലുള്ളത് എറർ എന്ന് പറഞ്ഞാലും ഡെൽറ്റ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഐ വോണ്ട് ടു ഫൈൻഡ് ദ എറർ, ടോട്ടൽ എറർ ഇൻ ദ ന്യൂ Z. ഓക്കെ, സോ ഞാനെന്ത് ചെയ്തു? സെഡിനെ ഞാൻ എററിൻ്റെ ടേംസിൽ എഴുതി. ഓക്കെ, ഇത് എറർ ഒന്നും ഇല്ലാത്തപ്പോൾ, ഇത് എറർ ഉള്ളപ്പോൾ. സോ എറർ ഉള്ളപ്പോൾ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്ക് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? സോ എക്ക് ഐ ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്, ഈ ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എ പ്ലസ് ഡെൽറ്റ എ, ബി ചേഞ്ചസ് ടു ബി പ്ലസ് ഡെൽറ്റ ബി. മാക്സിമം എററെ ഞാൻ എടുത്തിട്ടുള്ളൂ, മൈനസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. ക്ലിയർ അല്ലേ? സോ ഞാൻ എന്ത് ചെയ്തു? Z ഇസ് ഈക്വൽ ടു ഈക്വേഷൻ എഴുതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ശ്രദ്ധിക്കുക, എ ബി എ ഡെൽറ്റ ബി പ്ലസ് ബി ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ എ ഡെൽറ്റ ബി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ Z ഇസ് ഈക്വൽ ടു എ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എ ബി എ ഡെൽറ്റ ബി ഡെൽറ്റ എ ബി പ്ലസ് ഡെൽറ്റ എ ഡെൽറ്റ ബി. ക്ലിയർ? അപ്പോൾ അതിന് മുമ്പ് Z ഇസ് ഈക്വൽ ടു എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ Z ഇസ് ഈക്വൽ ടു എ ബി. ക്ലിയർ? അപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു ഡിവൈഡ് ത്രൂ ഔട്ട് ദിസ് ബൈ Z ആയിട്ട് ഞാൻ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, സോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? Z ഡിവൈഡഡ് ബൈ Z 1 ആയിട്ട് മാറി, ഡെൽറ്റ Z ഡിവൈഡഡ് ബൈ ഡെൽറ്റ Z, എ ബി ബൈ Z. Z എന്താണെന്ന് എനിക്കറിയാം, ഓൾറെഡി എ ബി ആണെന്നറിയാം. സോ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ എ ബി ബൈ എ ബി. സിമിലർലി ഐ എം ഡൂയിങ് ത്രൂ ഔട്ട് ബൈ എ ബി. ഇവിടെ ഞാൻ ഡെൽറ്റ എ ഡെൽറ്റ ബി നെഗ്ലക്റ്റ് ചെയ്യാണ്. വൈ? ബിക്കോസ് ഇതൊരു എററാണ്, ഇതൊരു എററാണ്. വെരി സ്മോൾ വാല്യൂവിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് എ ഫർദർ വെരി സ്മോൾ വാല്യൂ. സോ വി ക്യാൻ നെഗ്ലക്ട് ദാറ്റ്. സോ സിമിലർലി ഫൈനലി വി വിൽ ഗെറ്റിംഗ് ടു ദിസ് പോയിന്റ് 1 പ്ലസ് ഡെൽറ്റ Z ബൈ Z ഇസ് ഈക്വൽ ടു എ ബി ബൈ എ ബി. 1 ആയിട്ട് മാറി, ഈ എയും താഴെയുള്ള എയും പോയി. സോ വി ഗോട്ട് വിത്ത് ഡെൽറ്റ ബി ബൈ ബി, ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ എ ബൈ എ. ഈ വൺ, ദിസ് വൺ ആൻഡ് ദിസ് വൺ ഇസ് ഗോൺ. സോ ഡെൽറ്റ Z ബൈ Z ഇത് ഏത് ഫോർമാറ്റിലായി നോക്കിയേ? റിലേറ്റീവ് എറർ, റൈറ്റ്? സോ ഡെൽറ്റ Z ബൈ Z ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതാണ് എന്തിലുള്ള എറർ. എനി ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നാൽ നമുക്ക് കിട്ടുന്ന റിലേറ്റീവ് എറർ എന്തായിരിക്കും?
delta A first quantity error divided by that quantity plus second quantity error divided by that quantity. Okay, അപ്പോൾ ഇതേ ഫോർമുല തന്നെയാണ് നമുക്ക് ഡിവിഷൻ വന്നാലും. ദാറ്റ് മീൻസ് ഇഫ് z is equal to a by b എന്നൊരു ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിലും we can show by similar derivation നമുക്ക് relative error in the z in division will be always എന്ത് തന്നെയായിരിക്കും എന്നറിയോ, delta a by a plus delta b by b. Okay, clear? There is no change in the formula for multiplication or division. മറക്കണ്ട, രണ്ട് ഫോർമുലയിലും finally we are coming to the same formula, delta a by a plus delta b by b. delta a എന്ന് പറഞ്ഞാൽ എററിലുള്ള a, that will be given as plus or minus, delta b എന്ന് പറഞ്ഞാൽ plus or minus. Okay, so delta a by a plus delta b by b. This is the error in both multiplication and division. Our next topic is significant figures. എന്താണ് significant figure എന്ന് പറഞ്ഞാൽ? significant എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? What is the meaning of significant? ഇമ്പോർട്ടൻ്റ് ആയത്, ശ്രദ്ധിക്കപ്പെടുന്നത്, അല്ലേ? അതൊക്കെയാണ് significant. So in physics there are set of rules. കുറച്ച് റൂൾസ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ ഡിജിറ്റ്സിനെ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് പറയുന്നു. ഐ ഹാവ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ദ റൂൾസ് വിത്ത് എൻ എക്സാമ്പിൾ. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റൂൾ, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. എക്സാമ്പിൾ 1 2 3 7 8 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഡിജിറ്റ്സ് തന്നിട്ട് ജസ്റ്റ് റൈറ്റ് ഹാഫ് മാർക്കിന് ചോദിക്കാറുണ്ട് എത്രയാണ് ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സോ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എല്ലാം നോൺ സീറോ ആണ്. സോ ദാറ്റ് ഈസ് വെരി ഈസി, ദാറ്റ് ഈസ് 5. Okay, so second rule is the number between two non-zero digits are significant. രണ്ട് നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ 1 0 0 0 7 ഇത് നോൺ സീറോ ആണ്, ഇത് നോൺ സീറോ ആണ്. അപ്പോൾ 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ നമ്പറും എന്താണ്, സിഗ്നിഫിക്കൻറ്റ്. സോ വാട്ട് ആർ ദി ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 1 2 3 4 5. സോ ദാറ്റ് ഈസ് ഓൾസോ 5. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കണേ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെസ് ദാൻ 1, if any number is less than 1, then the zeros in the right side of the decimal and the left side of non-zero digits are not significant. So the example പറഞ്ഞാൽ മനസ്സിലാവും. If a number is less than 1, for example 0.0032, obviously ഒന്നിനേക്കാളും കുറവാണ് അല്ലേ? സോ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? സീറോസിൻ്റെ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസിമൽ and left side of non-zero are not significant. Right side of decimal and left side of non-zero, ഇതാണ് റൈറ്റ് സൈഡ് ഓഫ് ഡെസിമൽ, ഇതാണ് നോൺ-സീറോ. ഇതിൻ്റെ ഈ സീറോസ് എല്ലാം എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1 2, ദാറ്റ് ഈസ് 2. ക്ലിയർ അല്ലേ? ദ നെക്സ്റ്റ് വൺ, ദ നമ്പർ വിത്തൗട്ട് എ ഡെസിമൽ എൻഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. എന്ന് പറഞ്ഞാൽ ഡെസിമൽ ഇല്ലാത്തൊരു നമ്പർ എന്ന് പറഞ്ഞാൽ എനി നമ്പർ, അതിൻ്റെ എൻഡിങ് സീറോസ് എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ശ്രദ്ധിക്കണം കേട്ടോ. 100 ഫോർ എക്സാമ്പിൾ, 100 100 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഓൺലി 1. വൈ? ബിക്കോസ് ദീസ് ആർ എൻഡിങ് സീറോസ്. എൻഡിങ് സീറോസ് വിത്തൗട്ട് എ ഡെസിമൽ, വിത്തൗട്ട് എ ഡെസിമൽ, അണ്ടർലൈൻ, വിത്തൗട്ട് എ ഡെസിമൽ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ നമ്മളേന്ന് ഒരാൾ 100 രൂപ വാങ്ങിച്ചു, എന്നിട്ട് ഈ ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത്. ഓക്കെ, 100 രൂപ വാങ്ങിച്ചിട്ട് നമ്മൾ പറയാണ് അക്കോർഡിംഗ് ടു ഫിസിക്സ് ദ എൻഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് എന്ന് പറഞ്ഞ് 1 രൂപ കൊടുത്താൽ അടി കിട്ടും. ഓക്കെ, സോ ഫൈൻ. സോ ലെറ്റ് us come to the last rule, that is ഇതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആട്ടോ. സോ ലെറ്റ് us come to the next one, എൻഡിങ് സീറോസ് ഇൻ എ ഡെസിമൽ പോയിന്റ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, വിത്തൗട്ട് എ ഡെസിമൽ, ഹിയർ ഇറ്റ് ഇസ് ഡെസിമൽ. എൻഡിങ് സീറോസ് ഇൻ എ ഡെസിമൽ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 100 എഴുതിയില്ലേ, വി ഹാവ് ജസ്റ്റ് പുട്ടിങ് എ ഡെസിമൽ ഹിയർ. 1.00, ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? ഇറ്റ് ഇസ് 3. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ റൂൾ. ക്ലിയർ അല്ലേ? ഓക്കെ, ലെറ്റ് us come to our last topic of the chapter, that is rounding off. ഓക്കെ, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാറുണ്ട്. റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട്
കൂട്ടി എഴുതാറുണ്ട്, റൗണ്ട് ചെയ്തിട്ട് എഴുതാറുണ്ട്. ബട്ട് ദർ ആർ സെർട്ടൺ റൂൾസ് ഉണ്ട്, നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ടോപ്പിക്കാണ് റൗണ്ടിങ് ഓഫ്. രണ്ടുപേരും റിലേറ്റഡ് ടോപ്പിക്സാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ കൂട്ടി എഴുതുക, ചിലപ്പോൾ കൂട്ടാണ്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് റൂൾ, ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഇസ് ലെസ് ദാൻ 5, നോ ചേഞ്ച് ഇൻ ദ പ്രിസീഡിങ് ഡിജിറ്റ്. എന്താ അർത്ഥം? മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ 7.82. ക്വസ്റ്റ്യൻ ഈസ്, ഇതിനെനിക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് ഇവിടെ? എല്ലാതും നോൺ സീറോ ആണ്. സോ 1 2 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളതാക്കി മാറ്റാൻ ഇതിനെ. അപ്പോൾ എനിക്ക് 1 2 3 ഇവനെനിക്ക് കളയണം. ഇവനെന്ന് പറഞ്ഞാൽ 5-നേക്കാളും കുറവാണ്. സോ ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഇസ് ലെസ് ദാൻ 5, 5-നേക്കാളും കുറവുള്ളൊരു സംഖ്യനെയാണ് എനിക്ക് കളയേണ്ടതെങ്കിൽ എന്ത് ചെയ്യണ്ട? നോ ചേഞ്ച് ചെയ്യേണ്ട. ആരെ? 8-നെ. സോ ദ ആൻസർ വിൽ ബി 7.8. ക്ലിയർ ആണോ? അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളതിനെ നമ്മളിപ്പോൾ എന്താക്കി? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആക്കി. അതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ നേരെ തിരിച്ച്. ഇപ്പോൾ എന്തായിരുന്നു? 5-നേക്കാളും കുറവായിരുന്നു. ഇപ്പോൾ നെക്സ്റ്റ് വൺ എന്തായിരിക്കും? നേരെ തിരിച്ച് 5-നേക്കാളും കൂടുതലുള്ളൊരു സംഖ്യയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിസീഡിങ് ഡിജിറ്റിന് എന്ത് ചെയ്യണം? കൂട്ടണം. ദാറ്റ് ഈസ് എ റൂൾ. ഫോർ എക്സാമ്പിൾ, ഇതേ ഡിജിറ്റ്, ഫോർ എക്സാമ്പിൾ 6.87, എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3. ക്വസ്റ്റ്യൻ ഇതിനെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആക്കാൻ. അപ്പോൾ എനിക്ക് ഇതിനെ കളയണം, 7-നെ കളയണം. 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 5 ആണ്. സോ ഞാൻ 8 എന്നുള്ളതിന് എന്ത് ചെയ്യണം? ഹാവ് ടു ആഡ്. സോ ദ ആൻസർ വിൽ ബി 6.9. ക്ലിയർ ആണോ? ഇനിയുള്ള റൂൾസ് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത് നമുക്ക് കുറച്ചെങ്കിലും ഫെമിലിയർ ആയിരിക്കും. ഇനിയുള്ള റൂൾസാണ് വെരി ഇമ്പോർട്ടൻറ്റ്, തെറ്റിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, നോക്കിക്കോ. സപ്പോസ് ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് നോക്കിയേ? 1 2, എല്ലാതും നോൺ സീറോ ആണ്. സോ നമ്മൾ പഠിച്ചു നോൺ സീറോ ഡിജിറ്റ്സ് ആർ ഓൾ സിഗ്നിഫിക്കൻസ്. 1 2 3 4 5. ക്വസ്റ്റ്യൻ ഇസ് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള നമ്പറിനെ എനിക്ക് 4 സിഗ്നിഫിക്കൻ്റ് ആക്കണം. പ്രശ്നം 1 2 3 4 5 ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് 5-നേക്കാളും കുറവും 5-നേക്കാളും കൂടുതലാണ്. സോ 5 വന്നാൽ എന്താണെന്നറിയോ? 5 വന്നാൽ നോക്കേണ്ടത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഡിജിറ്റ് നോൺ സീറോ ആണോ? യെസ്, 1 ആണ്. സോ ദാറ്റ് ഈസ് നോൺ സീറോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പ്രിസീഡിങ് ഡിജിറ്റിനെ ഞാൻ എന്ത് ചെയ്യണം? ഹാവ് ടു റേസ്. സോ 16.3 എന്ന് പറഞ്ഞതിനെ എനിക്ക് എന്താക്കി എഴുതണം? 16.4. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 2 3 4 5 1 2 3 4 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള നമ്പറിനെ എനിക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആക്കണം എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നോക്കി. സോ 1 2 3 ആണ്. ബട്ട് ദ നെക്സ്റ്റ് വൺ ഇസ് 5 ആണ്. 5 ആകുമ്പോൾ ഞാൻ എന്താ നോക്കട്ടെ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംഖ്യ അതെന്താ? നോൺ സീറോ ആണ്. യെസ്, നോൺ സീറോ ആണെങ്കിൽ ഐ ഹാവ് ടു ഇൻക്രീസ് 3/1, ദാറ്റ് ഇസ് 4. ക്ലിയർ ആണോ? The next one is little bit confusing, but മനസ്സിലാക്കിയാൽ വെരി ഈസി. നോക്കിക്കോ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു നോൺ ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ സെയിം നമ്പർ ഐ ഹാവ് റിട്ടൺ ഹിയർ. ഇഫ് ദ നമ്പർ വി ഹാവ് ടു ഡ്രോപ്പ്, എനിക്ക് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇവിടെ 5 ഉണ്ടല്ലേ? പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, പോയിന്റ് കഴിഞ്ഞാൽ എല്ലാ ഡിജിറ്റ്സും സീറോസും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ 0 എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, സോ 1 2 3 4 5, ബട്ട് ഐ നീഡ് ഓൺലി 3. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ വെച്ച് നിർത്തണം. തൊട്ടപ്പുറത്ത് 5 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്തെ ഡിജിറ്റ് നോക്കണം. നോൺ സീറോ ആണോ? അല്ല, നോൺ സീറോ അല്ല, ദാറ്റ് ഇസ് 0. അപ്പോൾ 0 ആകുമ്പോൾ അടുത്ത റൂൾ, ഇഫ് ദ നമ്പർ പ്രിസീഡിങ് 5 ഇസ് ഓഡ് നമ്പർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടി എഴുതണം. സോ ദാറ്റ് ഇസ് 4. ക്ലിയർ ആണോ? ഇനി സെയിം നമ്പർ ഐ ഹാവ് ചേഞ്ച് 3 to 2, ഈവൺ ആക്കി. അപ്പോൾ എന്തൊരു റൂള്? ഇഫ് ദ നമ്പർ ടു ബി ഡ്രോപ്ഡ് ഇസ്, ഇവിടെ വെച്ച് നിർത്തണം. തൊട്ടപ്പുറത്ത് 5 ആണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പുറത്ത് നോക്കണം. അപ്പുറത്ത് നോക്കി, നോൺ സീറോ ആണോ? അല്ല, 0 ആണ്. സോ ഇപ്പുറത്തോട്ട് നോക്കി. നേരത്തെ ഈവൺ ആയിരുന്നു. നേരത്തെ നമ്മൾ ഓടായിരുന്നു. ഓടായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? ഒന്ന് കൂട്ടി. ഇവിടെ ഈവൺ ആണ്. എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, അവിടെ അങ്ങനെ തന്നെ ഇട്ടോ. ദ ആൻസർ വിൽ ബി 16.2. ഓക്കെ, അപ്പോൾ എക്സാമിന് എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ ആണ് റൗണ്ടിങ് ഓഫും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും. Okay, so this is the end of the all the important concepts of the chapter. നിങ്ങൾക്ക് ചാപ്റ്ററിലെ കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു അവർ ഫിസിക്സ്
plus YouTube channel. Okay, so we'll see in the next class. Thank you.